ചെറായി വിജ്ഞാനവർദ്ധിനി സഭയുടെ ആഭിമുഖ്യത്തിൽ ആശാൻ സ്മാരകശാഖയുടെയും ബി വി സഭ വനിതാ കമ്മിറ്റിയുടെയും സഹകരണത്തോടെ പ്രതിമാസ ചതയദിനത്തിൽ ഗുരുദേവ ദർശനങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണ ക്ലാസ് പാലക്കാട് സ്വദേശിയായ മുരളി പെരിഞ്ചേരി നയിച്ചു. ആശാൻ സ്മാരകശാഖ പ്രസിഡന്റ് KR വിനീഷ് സ്വാഗതം ആശംസിച്ചു. ബി ബി സഭ ട്രഷറർ റെജി ആചാര്യനെ ആദരിച്ചു. തുടർന്ന് വരുന്ന എല്ലാ മാസങ്ങളിലും ചതയദിനങ്ങളിൽ പ്രഭാഷണ ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതാണെന്ന് സഭാ സെക്രട്ടറി S. ഷെല്ലി അറിയിച്ചു. ഒന്നിനും പറ്റാത്ത ശരീരം കിട്ടിയിട്ടാണ് ഇത്രയും അഹങ്കാരം എന്ന് പറഞ്ഞ അഹങ്കാരത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടേ ഇല്ല നമ്മൾ. ഈ മനുഷ്യജന്മം കൊണ്ട് മാത്രമേ എവിടേക്ക് എത്താൻ പറ്റൂ? മോക്ഷത്തിലേക്ക് എത്താൻ പറ്റൂ. അതാണ് മനുഷ്യജന്മത്തിന്റെ പ്രത്യേകത. പല പല ജന്മങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് മനുഷ്യജന്മം കിട്ടുന്നത്. ഈ മനുഷ്യജന്മം കൊണ്ട് മാത്രമേ എവിടേക്ക് പോകാൻ പറ്റൂ? മോക്ഷത്തിലേക്ക് എത്താൻ പറ്റൂ. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. മനുഷ്യജന്മം കിട്ടിയിട്ടും മോക്ഷത്തിലേക്ക് എത്താൻ പലർക്കും കഴിയില്ല. കാരണം എന്താ? പലർക്കും മനുഷ്യജന്മം കിട്ടിയിട്ട് മോക്ഷത്തിലേക്ക് എത്താൻ പറ്റില്ല. കാരണം മനുഷ്യന്റെ അകത്തൊരു സാധനമുണ്ടത്രേ. ഇതാണത്രേ മനസ്സ്. അറിയോ? മനസ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടോ? ഉണ്ടത്രേ, അല്ലേ? കണ്ടിട്ടൊന്നുമില്ല. മനസ്സിനെ കുറിച്ച് പറഞ്ഞു തന്നെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ആദ്യത്തെ പ്രഭാഷണമാകുന്നതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായിട്ട് വരില്ല. പക്ഷെ ജീവനെ കുറിച്ച് ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്കൊക്കെ ജീവനുണ്ടോ? നല്ല ചോദ്യമല്ലേ? നിങ്ങൾക്കൊക്കെ ജീവനുണ്ടോ? ഉണ്ടെന്ന് പറയാൻ പറ്റും. ഒരിക്കലും ആ ജീവനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണിച്ചു തരാൻ കഴിയില്ല. ജീവൻ ഉണ്ടെന്ന് പറയാം, പക്ഷെ ജീവനെ കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ വരുമ്പോൾ ഒരു എലിച്ചത്ത് കിടക്കുന്നത് കണ്ടു. ഞാൻ എലിച്ചത്ത് കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു ചത്തിട്ടില്ല, അതിന്റെ വാലനങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. ജീവൻ ഉണ്ടെന്ന് ബോധ്യപ്പെടാൻ പറ്റും. പക്ഷേ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹന പ്രക്രിയ, അങ്ങനെ എല്ലാം ഒരുപാട് മോട്ടറുകൾ വെച്ചിട്ടുള്ളതായ ഒരു സംവിധാനമാണ് ശരീരം. ഇതിൽ ഏതെങ്കിലും ഒരു മോട്ടർ കേടുവന്നിട്ടെന്ന് പ്രശ്നം ഉണ്ടാവില്ല. മിക്സ് കേട് വന്നാൽ എന്തുണ്ടാവും? അന്നത്തെ അരവ് പോകുന്നല്ലോ, അല്ലാതെ ഒന്നും സംഭവിക്കില്ല. എന്നതുപോലെ ചെവിയോ കണ്ണോ കയ്യോ കാലോ ഏത് ഇന്ദ്രിയോ പോയാലും മനുഷ്യന് പെട്ടെന്നൊന്നും സംഭവിക്കില്ല. അപ്പൊ പഠിക്കേണ്ടത് ഇതൊക്കെ പ്രവർത്തിക്കുന്നതായ ഇലക്ട്രിസിറ്റി അതാരാണ്? ജീവനാണ്. ജീവനെ കുറിച്ച് ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട് ഗുരുദേവന്റെ പുസ്തകങ്ങളിൽ. ഇനി നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി വേറൊരു കാര്യം നമുക്ക് അറിയേണ്ടതായ ഒരു വിഷയം, ഈ വക പ്രഭാഷണങ്ങൾ ഗുരുവിന്റെ ആവശ്യമുണ്ടോ? വായിച്ചാൽ ഗുരുവിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് തന്നെയാണ്. ഗുരുവിന്റെ ഇരിക്കട്ടെ, ഗുരുവിൽ നിന്ന് പഠിക്കണമോ എന്നുള്ളത് ചോദ്യമാണ്. അതിന് ഇതാ എളുപ്പമായിട്ട് ഉത്തരം കേട്ടുള്ളൂ. ഇതിന് പഴനിക്ക് പോയവർ എത്ര പേരുണ്ട്? പഴനി കണ്ടവർ? നിങ്ങളൊക്കെ പഴനി കണ്ടല്ലേ? ഞാൻ ചോദിക്കട്ടെ, പഴനി എവിടെയാണ് മുരുകൻ ഇരിക്കുന്നത്? പഴനി പോയവർ ചോദിച്ചപ്പോ തന്നെ കൺഫ്യൂഷൻ ആയില്ലേ? പഴനിയിൽ എവിടെയാണ് മുരുകൻ ഇരിക്കുന്നത്? മലമുകളിൽ അല്ലെ? പഴനി മലയുടെ മുകളിൽ എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അല്ല. നോക്കൂ, നിങ്ങൾ കയറുമ്പോൾ മുതൽ അവരവിടെ വിളിച്ചു പറയുന്നുണ്ട് പഴനി ഘട്ടായുധപാണി തിരുക്കോവിൽ എന്ന് പറയുന്നു. കേട്ടു? പഴനി ദണ്ഡായുധപാണി. നിങ്ങൾ ആരെ തൊടാൻ പോയത്? മുരുകനെയാണ് തൊടാൻ പോയത്. മുരുകന്റെ കയ്യിലായിരുന്നു എന്താ? മുരുകന്റെ കയ്യിലായിരുന്നു എന്താ? വേല് അല്ലെങ്കിൽ ശൂലം, അല്ലെ? വേലല്ലേ മുരുകന്റെ കയ്യിൽ ഇരിക്കുന്ന ആയുധം. പഴനി ദണ്ഡായുധപാണി തിരുക്കോവിൽ എന്ന് അതിന്റെ മുകളിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ പഴനി മലയുടെ മുകളിലാണ് ആ മുരുകൻ എന്ന്
നോക്കിയോ, നിങ്ങളുടെ നാട്ടിൽ കഴിവില്ല, ധൈര്യമില്ലാത്ത ആൾക്കാരല്ലേ. അതുകൊണ്ട് പഞ്ചാബ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.